അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ആറ്റവും ആറ്റത്തിന്റെ ഘടനയും എന്ന ഭാഗമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ആറ്റവും ആറ്റത്തിന്റെ ഘടനയും എന്ന് പറയുന്നത്. സിലബസിൽ നമുക്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആറ്റവും ആറ്റത്തിന്റെ ഘടനയും ഫിസിക്കൽ സയൻസിൽ ഫിസിക്കൽ സയൻസ് എന്ന ഭാഗത്തിലാണ് വരുന്നത്. അപ്പോൾ ഡേ 17 ഓർത്ത് വയ്ക്കാം. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക, കമ്പനി ബോർഡ് LGSന്റെയും അതുപോലെ തന്നെ വെബ് LDCയുടെയും PDF നോട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് 9496822117 നമ്പറിലേക്ക് മെസ്സേജ് ഇടാവുന്നതാണ്. PDF നോട്ട്സ് അതുപോലെ തന്നെ CA നോട്ട്സ് ഉണ്ട്, കറണ്ട് അഫയേഴ്സ് നോട്ട്, എക്സാംസ് ഉണ്ട്, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണിക എന്നറിയപ്പെടുന്ന ആറ്റമാണ്. ആറ്റം എന്ന ഗ്രീക്ക് പദത്തിന് ആധാരമായ വാക്കാണ് അറ്റമോസ്. അറ്റമോസ് എന്ന പദത്തിന് അർത്ഥം വിവേചിക്കാൻ കഴിയാത്തത്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആറ്റമാണ് ഏറ്റവും ചെറിയ കണം, അതിലെ എന്ത് ചെയ്യാൻ കഴിയില്ല, വിഭജിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആ പേര് വന്നത്. ഓക്കെ, ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ. ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനും ജോൺ ഡാൾട്ടൺ ആണെന്ന് ഓർത്ത് വയ്ക്കാം. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക, ന്യൂക്ലിയർ മാതൃക അവതരിപ്പിച്ചതാരെന്ന് വെച്ചാൽ റൂദർഫോർഡ്. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക, വാട്ടർ മെലൻ മാതൃക, റൈസ് പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് JJ തോമസ്. ഇത് കൃത്യമായിട്ട് ഓർത്തു വെച്ച് പഠിക്കുക. കാരണം എന്ന് പറയുന്നത് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയാണ്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃകയും ന്യൂക്ലിയർ മാതൃകയും റൂദർഫോർഡും, അതുപോലെ പ്ലം പുഡിംഗ് മാതൃകയും വാട്ടർ മെലൻ മാതൃകയും റൈസിംഗ് പുഡിംഗ് മാതൃകയും JJ തോമസിനാണ് ഓർത്ത് വയ്ക്കുക. അടുത്ത ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ. വർഷം 1807. ഓരോ മൂലകത്തിന് ആറ്റത്തിന്റെ നിശ്ചിത മാസ് ഉണ്ടെന്ന് സ്ഥാപിച്ച സിദ്ധാന്തമാണ് ആറ്റോമിക സിദ്ധാന്തം. കണ്ടുപിടിച്ചതാണ്. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്ക്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. പോസിട്രോൺ കണ്ടുപിടിച്ചത് കാൾ ആൻഡേഴ്സൺ. ആന്റി പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ചെമ്പർലൈനും അതുപോലെ സെഡ്രേ. അടുത്ത ആന്റി ന്യൂട്രോൺ കണ്ടുപിടിച്ച ബ്രൂക്ക് കോർക്ക് ആണെന്ന് ഓർത്തേക്ക്. ഓക്കെ, അടുത്ത ആറ്റത്തിന്റെ വേവ് മെക്കാനിക്സ് മാതൃക അവതരിപ്പിച്ചത് ഇർവിൻ ഷിലറോഗിലാണ്. ആധുനിക ആറ്റം മാതൃക അവതരിപ്പിച്ചത് നീൽസ് ബോർ ആണ്. ആറ്റത്തിന്റെ അനിശ്ചിത സിദ്ധാന്തം അൺസർട്ടിനിറ്റി പ്രിൻസിപ്പിൾ അവതരിപ്പിച്ചത് ഹെയ്സൻബർഗ് ആണ്. അഷ്ടനിയമം ആവിഷ്കരിച്ചത് ന്യൂലാൻഡ് ആണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുണ്ട്, ഇന്ത്യക്കാരനായ കണാദനാണ്. ആറ്റത്തിന്റെ അണു എന്ന് വിശേഷിപ്പിച്ചത് കണാദനാണ്. പദാർത്ഥത്തിൽ കണങ്ങളാൽ നിർമ്മിതമാണ്. പദാർത്ഥങ്ങൾ ചെറു കണങ്ങളാൽ നിർമ്മിതമാണെന്ന് പ്രസ്താവിച്ച ഭാരതീയനാണ് കണാദൻ. ഓർത്തു വയ്ക്കുക. പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ആദ്യ ഭാരതീയ ഋഷിവര്യനാണ് കണാദൻ. വൈശേഷിക സൂത്രം എന്ന ഗ്രന്ഥം രചിച്ചത് കണാദനാണ്. എക്സാമിന് ചോദിക്കാം, വൈശേഷിക സൂത്രം എന്ന ഗ്രന്ഥം രചിച്ചത് ആര് എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ആരാണ്? കണാദനാണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത പോയിന്റ്, പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടുള്ളത് അതിസൂക്ഷ്മമായ കണങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ് എന്ന് സമർത്ഥിച്ച തത്വചിന്തകനാണ് ലൂസിഫസും ഡെമോക്രിറ്റസും. ഓർത്തിക്കുക, പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത് അതിസൂക്ഷ്മ കണങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണെന്ന് സമർത്ഥിച്ച തത്വചിന്തകനാണ് ലൂസിഫസും ഡെമോക്രാറ്റീസും. ഓക്കെ, അടുത്ത് പ്രപഞ്ചമുണ്ടായത് മണ്ണ്, വായു, ജലം, അഗ്നി എന്നീ ചതുർമൂലകങ്ങൾ കൊണ്ടാണ് എന്ന് വാദിച്ച തത്വചിന്തകനാണ് പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ. അടുത്ത പദാർത്ഥങ്ങൾ അവിഭാജ്യ കണങ്ങളാൽ നിർമ്മിതമാണ് എന്ന ആശയം മുന്നോട്ട് വെച്ച തത്വചിന്തകനാണ് ലൂക്രീഷ്യസ്. ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിലൂടെ ആറ്റത്തിന്റെ മാതൃക തയ്യാറാക്കിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. 1918. 1908 രസതന്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞനാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. 1908 എന്ന് ഓർത്തു വയ്ക്കുക. റൂദർഫോർഡിന്റെ ആറ്റം മാതൃകയുടെ നൂതനകൾ പരിഹരിച്ചുകൊണ്ട് ആറ്റം മാതൃകയെ ആദ്യമായി അവതരിപ്പിച്ചത് നീൽസ് ബോർ ആണെന്ന് ഓർത്തേക്ക്. ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്, കൃത്യമായിട്ട് ഓർത്തു വെച്ച് പഠിക്കുക. ബോറിന്റെ ആറ്റം മാതൃകയെ പ്രധാന ആശയങ്ങളാണ്: ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളാണ്, നമ്മൾ അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഓരോ ഷെല്ലിന്റെയും ഇലക്ട്രോണുകൾക്ക് നിശ്ചിത ഊർജ്ജമുണ്ട്, അതിനാൽ ഷെല്ലുകൾ ഊർജ്ജ നിലകൾ എന്ന് വിളിക്കാം. ന്യൂക്ലിയസിൽ നിന്ന് അകലം തോറും ഷെല്ലുകളുടെ ഊർജ്ജം കൂടുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. എക്സാമില് സ്റ്റേറ്റ്മെന്റ് രീതി ചോദിക്കുമ്പോൾ ഇതിന്റെ തെറ്റാറ്റത് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ബോറിന്റെ ആറ്റം മാതൃക അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ക്വാണ്ടം തിയറി അടിസ്ഥാനമാക്കിയാണ്. 1886 ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തിലൂടെ പദാർത്ഥത്തിൽ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് ഗോൾഡ്സ്റ്റെയിൻ. ഓർത്തുക, ഗോൾഡ്സ്റ്റെയിൻ. ഇതും ചോദിച്ച ചോദ്യമാണ്. 1897 ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തിലൂടെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് JJ തോംസൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ച JJ തോംസൺ ആണെന്ന് അറിയാം. അടുത്ത, പോസിറ്റീവ് ചാർജിനാൽ നിർമ്മിക്കപ്പെട്ട ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു എന്ന് പ്രസ്താവിച്ച ആറ്റം മാതൃകയാണ് JJ തോംസന്റെ ആറ്റം മാതൃക.
വക്രപാതയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ചാർജുള്ള കണങ്ങൾ നിരന്തരം വികിരണോർജ്ജം ഉത്കർഷിക്കുന്നു എന്ന് കണ്ടെത്തിയത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ്. ആറ്റത്തിന് 3 മൗലിക കണങ്ങളാണുള്ളത്. എല്ലാവർക്കും അറിയുന്നതാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. അതിൽ ആറ്റത്തിന് എന്തില്ല? ചാർജ് ഇല്ല. ആറ്റത്തിന്റെ കേന്ദ്രഭാഗം എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ന്യൂക്ലിയസിനെ അപേക്ഷിച്ച് ആറ്റത്തിന്റെ വലിപ്പം 105 ഇരട്ടിയാണ്. അപ്പോൾ ന്യൂക്ലിയസിനെ അപേക്ഷിച്ച് ആറ്റത്തിന്റെ വലിപ്പം എത്രയാണ്? 105 ഇരട്ടിയാണ്. ആറ്റത്തിന്റെ മുഴുവൻ മാസം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത പോയിന്റ്, ന്യൂക്ലിയസിലെ കണങ്ങൾ ന്യൂക്ലിയോണുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ പ്രോട്ടോണും ന്യൂട്രോണും ചേർന്നതാണ് ന്യൂക്ലിയസിലെ കണങ്ങൾ എന്ന് പറയുന്നത്. ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗമാണ് ന്യൂക്ലിയസ്. ആറ്റത്തിന്റെ ഭാരം കൂടിയ കണം ചോദിച്ചാൽ ന്യൂട്രോൺ ആണെന്ന് ഓർത്തിക്കുക. ആറ്റത്തിന്റെ ന്യൂക്ലിയസിനുള്ളിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം പ്രോട്ടോൺ ആണ്. ഒരു ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ്, ഫിംഗർ പ്രിന്റ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് പ്രോട്ടോൺ ആണെന്ന് ഓർത്തിക്കുക. ഒരു ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ്, ഫിംഗർ പ്രിന്റ് എന്നിങ്ങനെ അറിയപ്പെടുന്ന പ്രോട്ടോൺ. ആറ്റത്തിന്റെ ഭൂരിഭാഗവും ശൂന്യമാണെന്നും പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ച് ഒരു ഭാഗമുണ്ടെന്നും സമർത്ഥിച്ച ശാസ്ത്രജ്ഞനാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. ആറ്റത്തിന്റെ ഭാരം കുറഞ്ഞ കണമാണ് ഇലക്ട്രോൺ. ആറ്റത്തിന്റെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ച് ജെ തോംസൺ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഈ നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിന്റെ കണമാണ് ഇലക്ട്രോൺ. ഒരു മൂലകത്തിൽ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന കണമാണ് ഏതെന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ്. ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന്റെ 1/1837 ഭാഗം മാസുള്ള കണങ്ങളാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. സൂര്യന് അതിന്റെ ഗ്രഹങ്ങൾ പോലെയാണ് ന്യൂക്ലിയസിന് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് മില്ലിഗൻ. ഇലക്ട്രോൺ എന്ന പേര് നൽകിയത് ജോൺ സ്റ്റോൺ സ്റ്റോണി. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. ഒരാറ്റത്തിലെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും മാസുകൾ തമ്മിലുള്ള അനുപാതം 1866:1 എന്ന അനുപാതത്തിലാണ്. ഇലക്ട്രോണുകളുടെ തരംഗ സ്വഭാവം, അത് വേവ് നേച്ചർ, കണികാ സ്വഭാവം എന്നറിയപ്പെടുന്നത് ദ്വൈത സ്വഭാവമാണ്, ഡുവൽ നേച്ചർ ആണ്. ഓക്കെ, ഇലക്ട്രോണുകളുടെ തരംഗ സ്വഭാവവും കണികാ സ്വഭാവവും അറിയപ്പെടുന്നത് ദ്വൈത സ്വഭാവം, ഡുവൽ നേച്ചർ എന്നാണ്. ഇലക്ട്രോണുകൾ ദ്വൈത സ്വഭാവം ഉണ്ടെന്ന് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞനാണ് ഡി ബ്രോഗ്ലി. പരീക്ഷണത്തിലൂടെ ഇലക്ട്രോണുകളുടെ തരംഗ സ്വഭാവം തെളിയിച്ചത് CJ ഡേവിഡ്സണും LH ജർമൻ. ആറ്റത്തിലെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന സൂക്ഷ്മ കണികകളാണ് മീസോണുകൾ, ന്യൂട്രിയോ, ആന്റി ന്യൂട്രിയോ, പോസിട്രോൺ. പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ആണ് പോസിട്രോൺ. ഓർത്തു വയ്ക്കുക, പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ആണ് പോസിട്രോൺ എന്ന് പറയുന്നത്. അടുത്ത്, പോസിട്രോണിന്റെ അതേ മാസ് ഉള്ളതും എന്നാൽ ഇലക്ട്രോണിന്റെ വിപരീത ചാർജ് ഉള്ളതുമായ കണങ്ങളാണ് പോസിട്രോൺ. പോസിട്രോണിന്റെ സാന്നിധ്യം ഉപയോഗപ്പെടുത്തി പോസിട്രോൺ എമിഷൻ ഡെമോഗ്രഫി ടെക്നിക്കിൽ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് കാർബൺ-11. പോസിട്രോൺ ഉൾപ്പെടുന്ന ആന്റി പാർട്ടിക്കിളുകളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് പോൾ ഡിറാക്ക്. ഓർത്തു വയ്ക്കുക, പോൾ ഡിറാക്ക് ചോദിച്ചു കണ്ടതായിട്ട് കാണുന്നില്ല എക്സാമിന്, എന്നാൽ ഇത് ഓർത്തു വയ്ക്കാം. അടുത്ത്, ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം അതിനെ അറിയപ്പെടുന്നതാണ് അറ്റോമിക് നമ്പർ. അത് Z എന്ന രീതിയിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ ന്യൂട്രോണുകളുടെ ആകെത്തുക എന്ന് പറയുന്നത് മാസ് നമ്പർ ആണ്. അത് A എന്നാണ് നോട്ട് ചെയ്യുന്നത്. ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ, A മൈനസ് Z എന്ന് ഓർത്തേക്കാം. അടുത്ത്, ഒരു മൂലകത്തെ സൂചിപ്പിക്കുന്ന ഒരു മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ 17ഉം മാസ് നമ്പർ 35ഉം ആണെങ്കിൽ ഇതിന്റെ ആറ്റത്തിന്റെ ന്യൂട്രോണുകളുടെ എണ്ണം ചോദിച്ചാൽ 35 മൈനസ് 17 18 എന്ന് ഉത്തരം കിട്ടും കേട്ടോ. അപ്പോൾ ന്യൂട്രോണുകളുടെ എണ്ണം കാണാൻ എന്ത് ചെയ്യും? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. മാസ് നമ്പർ എത്രയും തന്നിട്ടുണ്ട്? ഇവിടെ 17 തന്നിട്ടുണ്ട്. മാസ് നമ്പർ 35 തന്നിട്ടുണ്ട്. അറ്റോമിക് നമ്പർ 17 തന്നിട്ടുണ്ട്. അപ്പോൾ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ അത് 18, 35 മൈനസ് 17 18 എന്ന് ഉത്തരം കിട്ടും. അടുത്ത്, പ്രോട്ടോണിന് തുല്യമായ മാസ് ഉള്ളതും പ്രോട്ടോണിന്റെ വിപരീത ചാർജ് ഉള്ള കണമാണ് ആന്റി പ്രോട്ടോൺ എന്ന് പറയുന്നത്. ആറ്റത്തിലെ ചാർജും മാസും ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രിനോണും ആന്റി ന്യൂട്രിനോണും. ന്യൂട്രിനോണുകളെ കുറിച്ച് പ്രവചിക്കുന്ന ശാസ്ത്രജ്ഞനാണ് ഉൾഫ്ഗാൻ പോളി. ന്യൂട്രോണിന്റെ ആന്റി പാർട്ടിക്കിൾ ആണ് ആന്റി ന്യൂട്രോൺ. ആറ്റത്തിലെ ഇലക്ട്രോൺ വിന്യാസം ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയാണ് ഓർബിറ്റുകൾ അഥവാ ഷെല്ലുകൾ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ, സ്കൂൾ പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുള്ളതാണ് ഷെല്ലുകൾ. ഓർബിറ്റിന്റെ ആകൃതി എന്ന് വെച്ചാൽ വൃത്താകൃതിയാണ്. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഷെല്ലുകൾക്ക് നൽകിയിരിക്കുന്ന പേരുകളാണ് KLMN. കൃത്യമായിട്ട് ഓർത്ത് വെച്ച് പഠിച്ചോളൂ. KLM. അതിന്റെ ചിലപ്പോൾ ഓർഡർ മാറ്റി കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അക്ഷരങ്ങൾ മാറ്റി കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് അത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത്, ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടെത്തുന്ന സൂത്രവാക്യമാണ്
2n സ്ക്വയർ കേട്ടോ. ഇത് കണ്ടെത്തിയത് ആരെന്ന് വെച്ചാൽ നീൽസ് ബോർ ആണ്. ഇപ്പോൾ ഇത് NK അതെങ്ങനെ ഡിവൈഡ് ചെയ്യും? 2 അഷ്ടനിയമം. ഇതിനാണ് അഷ്ടനിയമം എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഒന്നാമത്തെ ഷെല്ലിൽ അതായത് K ഷെല്ലാണ്. ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിച്ചാൽ 2 ആണ്. അതായത് 2 ഇൻറ്റു എത്രാമത്തെ ഷെല്ലെന്ന് പറഞ്ഞാൽ എത്രാമത്തെയാണ്? ഒന്നാമത്തെയാണ്. അപ്പോൾ 2 ഇൻറ്റു 1. ഓക്കെ, അതങ്ങനെ 2 എന്ന് കിട്ടും. അടുത്ത ഒരു ആറ്റത്തിന് N ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 32 ആണ്. അതെന്തോട്ടാണ് 32 വന്നത്? N എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ് കേട്ടോ. 4. ഓക്കെ, 4 ആണ് വരുന്നത്. അപ്പോൾ എന്താണ്? 2 ഇൻറ്റു 4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്. 2 ഇൻറ്റു 16 എന്ന് കിട്ടും. 16 ഇൻറ്റു 2 32 എന്ന് കിട്ടും. ഇനി എന്താണ് സംയോജകത? അതാ വാലൻസി എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിന്റെ അവസാന ഷെല്ലിൽ 8 ഇലക്ട്രോണുകളാണ് വരേണ്ടത്. അത് വരുത്താൻ വേണ്ടി ഉള്ള ശ്രമങ്ങളുടെ ഫലമായി എന്ത് ചെയ്യും? രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുകയോ ഇലക്ട്രോണുകൾ സ്വീകരിക്കുകയോ ഉണ്ട്. ഈ നഷ്ടപ്പെടുന്നത് സ്വീകരിക്കുകയോ ചെയ്യുന്ന ഈ പ്രവൃത്തിയാണ് എന്തെന്ന് പറയുന്നത്? സംയോജക എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇലക്ട്രോണുകളുടെ എണ്ണത്തെയാണ് എന്തെന്ന് പറയുന്നത്? സ്വീകരിക്കാറുണ്ട്. ഈ ഇലക്ട്രോണുകളുടെ എണ്ണത്തെയാണ് എന്തെന്ന് പറയുന്നത്? സംയോജക എന്ന് പറയുന്നത്. ഓക്കെ, അത് വാലൻസി എന്ന് പറയുന്നത്. അടുത്ത ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ കേന്ദ്ര ബിന്ദു മുതൽ ഏറ്റവും പുറത്തേയുള്ള ഷെല്ലിലേക്കുള്ള ദൂരമാണ് അറ്റോമിക ആരം എന്ന് പറയുന്നത്. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതനുസരിച്ച് ഷെല്ലുകളുടെ ഇലക്ട്രോണുകളുടെ ഊർജ്ജം കൂടുന്നു. പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഓർത്തുവെച്ച് പഠിച്ചോളൂ. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതനുസരിച്ച് ന്യൂക്ലിയസും ഇലക്ട്രോണുകളും തമ്മിലുള്ള ആകർഷണബലം കുറയുന്നു. ഓരോ ഷെല്ലിനുള്ളിലും കാണപ്പെടുന്ന ഊർജ്ജ മേഖലകളാണ് സബ് ഷെല്ലുകൾ എന്ന് പറയുന്നത്. സബ് ഷെല്ലുകൾ SPDF എന്നിങ്ങനെയാണ് പേര് നൽകിയിരിക്കുന്നത്. S മീൻസ് ഷാർപ്പ്, P മീൻസ് പ്രിൻസിപ്പൽ, D മീൻസ് ഡിഫ്യൂസ്, F മീൻസ് ഫണ്ടമെന്റൽ. അഞ്ചാമത്തെ സബ് ഷെല്ല് G എന്നറിയപ്പെടുന്നു. ഉപ ഊർജ്ജ നിലകൾ സബ്ഷെൽ ഇലക്ട്രോണുകൾ കാണപ്പെടുവാൻ സാധ്യത കൂടിയ മേഖലകൾ അറിയപ്പെടുന്നതാണ് ഓർബിറ്റൽസ്. അടുത്ത ഒരു ഓർബിറ്റലിൽ ഉൾപ്പെടുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയെന്ന് വെച്ചാൽ 2 ആണ്. 2s ആണ്. സബ്ഷെല്ലിൽ ഓർബിറ്റലിന്റെ ആകൃതി ഗോളാകൃതിയാണ്. P സബ്ഷെല്ലിലെ ഓർബിറ്റിന്റെ ആകൃതി ഡംബലാണ്. DF സബ്ഷെല്ലിന്റെ ഓർബിറ്റിന്റെ ആകൃതി സങ്കീർണമാണ്. S സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. P സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 6 ആണ്. D സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആണ്. F സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 14 ആണ്. അടുത്ത് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ്? ഊർജ്ജം കുറഞ്ഞ സബ്ഷെല്ലിൽ നിന്ന് ഊർജ്ജം കൂടിയ സബ്ഷെല്ലിലേക്കുള്ള ഇലക്ട്രോൺ വിന്യസിക്കുന്ന രീതിയാണ് സബ്ഷെൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഇലക്ട്രോൺ വിന്യാസം കണ്ടെത്തിയത് നീൽസ് ബോർ ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഓർബിറ്റുകളുടെ ഊർജ്ജം വർദ്ധിക്കുന്ന ക്രമം അനുസരിതമായി ഓർബിറ്റലിലെ ഇലക്ട്രോൺ പൂരകം നടക്കുന്ന ക്രമവും ചുവടെ കൊടുത്തിരിക്കുന്നത് നോക്കാം. അതായത് 1s less than 2s, 2s less than 2p, 2p less than 3s, 3s less than 2p, അതേപോലെ തന്നെ 3p less than 4s, 4s less than 3d, 3d less than 4p, 4p less than 5s, etc. ഇങ്ങനെയാണ് പോകുന്നത്. അടുത്ത ഏറ്റവും ലഘുവായ ആറ്റം എന്നറിയപ്പെടുന്ന ഹൈഡ്രജൻ ആണ്. ഏറ്റവും ചെറിയ ആറ്റം അറിയപ്പെടുന്ന ഹീലിയമാണ്. ഏറ്റവും വലിയ ആറ്റം ഫ്രാൻസിയം ആണ്. ഏറ്റവും ചെറിയ ആറ്റമുള്ള ലോഹം ബെർലിയം ആണെന്ന് ഓർത്തുവയ്ക്കാം. ഏറ്റവും വലിയ ആറ്റമുള്ള അലോഹം എന്ന് വെച്ചാൽ പ്രകൃതിയിലുള്ള റെഡോൺ ഐസോട്ടോപ്പാണ്. റെഡോൺ. ഇനി എന്താണ് ഐസോട്ടോപ്പ് നോക്കാം. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. ഐസോട്ടോപ്പ് കണ്ടെത്തിയ വ്യക്തിയാണ് ഫെഡറിക് സോളി. ഐസോട്ടോപ്പുകൾ ഉണ്ടാകാൻ കാരണം ന്യൂക്ലിയസിന്റെ എണ്ണത്തിലുണ്ടായ വ്യത്യാസമാണ്. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകൾ നോക്കാം. ആണവ നിലയത്തിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം. ഹൈഡ്രജന്റെ ഏറ്റവും സാധാരണ ഐസോട്ടോപ്പാണ് പ്രോട്ടിയം. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് ട്രിഷ്യം ആണെന്ന് പറഞ്ഞത്. അടുത്തത് ട്രിഷ്യത്തിന്റെ അർത്ഥായുസ് 12.35 വർഷമാണ്. കാർബണിന്റെ ഐസോട്ടോപ്പുകളാണ് കാർബൺ 12, കാർബൺ 13, കാർബൺ 14. പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാർബണിന്റെ ഐസോട്ടോപ്പാണ് കാർബൺ 12. ഫോസിലുകളുടെയും ജൈവവസ്തുക്കളുടെയും ചരിത്രാതീത കാലത്തെ വസ്തുക്കളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോട്ടോപ്പാണ് കാർബൺ 14. സസ്യങ്ങളുടെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രെയിനറായി ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് ഫോസ്ഫറസ് 31. സ്കിൻ ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഫോസ്ഫറസിന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് ഫോസ്ഫറസ് 32 എന്ന് പറയുന്നത്.
അടുത്ത് മനുഷ്യരിൽ കൂടുതലായി കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകമാണ് പൊട്ടാസ്യം 40. വൈദ്യശാസ്ത്ര രംഗത്ത് ക്യാൻസർ, ട്യൂമർ തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയ്ക്കായി രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പുകളാണ് അയഡിൻ 131, കൊബാൾട്ട് 60. തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ക്യാൻസർ കണ്ടുപിടിക്കുന്നതിന് ചികിത്സിക്കുന്ന ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് അയഡിൻ 131. ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന യുറേനിയത്തിന്റെ ഐസോട്ടോപ്പാണ് യുറേനിയം 235. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിലെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് യുറേനിയം 235. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് പ്ലൂട്ടോണിയം 239 എന്ന് ഓർത്ത് വയ്ക്കാം. അടുത്ത് പ്രവാഹത്തിലെ തടസ്സങ്ങൾ കണ്ടുപിടിക്കുന്നതിനുള്ള ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് സോഡിയം 24. ഐസോബാർ എന്താണെന്ന് വെച്ചാൽ ഒരേ മാസ് നമ്പർ വ്യത്യസ്ത അറ്റോമിക് നമ്പറുള്ള ആറ്റങ്ങളാണ് ഐസോബാർ എന്നറിയപ്പെടുന്നത്. ഐസോട്ടോൺ എന്നറിയപ്പെടുന്നത് തുല്യ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണുകളുമുള്ള ആറ്റങ്ങളെ ഐസോബാറുകളെന്നും, ഐസോട്ടോണുകൾ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണ് ഐസോട്ടോണുകൾ എന്ന് പറയുന്നത്. അത് ഐസോമർ എന്ന് പറഞ്ഞാൽ ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത ഘടനയുമുള്ള സംയുക്തങ്ങളാണ് ഐസോമർ എന്ന്. ഉദാഹരണം ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, തന്മാത്ര. ഇനി അടുത്ത് തന്മാത്ര എന്താണെന്ന് നോക്കാം. ഒരു പദാർത്ഥത്തിന്റെ ഭൗതികമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര എന്ന് പറയുന്നത്, അതാ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിലെ ബിൽഡിംഗ് ബ്ലോക്കുകൾ എന്നറിയപ്പെടുന്ന തന്മാത്രകളാണെന്ന് ഓർത്തു വയ്ക്കുക. സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണങ്ങളാണ് തന്മാത്രകൾ. തന്മാത്രകൾ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അവഗാഡ്രോയാണ്. ഒരു പദാർത്ഥത്തിൽ തന്മാത്രയിൽ ആറ്റങ്ങളുടെ ശരിയായ എണ്ണം സൂചിപ്പിക്കുന്ന ഫോർമുലയാണ് തന്മാത്രാ സൂത്രം എന്ന് പറയുന്നത്. ഒരു വസ്തുവിന്റെ അതിന്റെ നിശ്ചിത ഭാഗത്തിന്റെയും പിണ്ഡവുമായി താരതമ്യം ചെയ്ത് മറ്റു പദാർത്ഥങ്ങളുടെ പിണ്ഡം പ്രസ്താവിക്കുന്ന രീതിയാണ് ആപേക്ഷിക മാസ്, അത് റിലേറ്റീവ് മാസ് എന്ന് പറയുന്നത്. ഒരു ആറ്റത്തിന്റെ ഭാരം അളക്കുന്ന യൂണിറ്റ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് ഓർത്ത് വയ്ക്കുക. AMU കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മൂലകമാണ് കാർബൺ 12 എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യുക. അടുത്ത ഭാഗത്തിൽ വേറൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.